ഉപജില്ലാ കലോത്സവ വേദിയിലെ ലൈറ്റും സൗണ്ടും നമുക്ക് ആധുനികമായ രീതിയിൽ സംഘടിപ്പിച്ചു തരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ഗണേഷ് എന്നാണ്. ഞാൻ ALP സ്കൂൾ ആമയൂർ നോർത്തിലെ അധ്യാപകനാണ്. ഈ എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 11 മുതൽ 15 വരെ നടക്കുന്ന ഈ കലോത്സവത്തിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കൺവീനർ കൂടിയാണ്. ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. ഇവിടെ നമ്മൾ സുതാര്യമായി കൊട്ടേഷൻ വ്യവസ്ഥയിലാണ് നമ്മൾ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഈ കലോത്സവത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതേ സ്നോ ലൈറ്റ് ആൻഡ് സൗണ്ട് വെട്ടിച്ചിറ ഉള്ള അതേ ആളുകൾക്ക് തന്നെയാണ് ഇത്തവണ കൊട്ടേഷൻ കിട്ടിയത്. മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ദിവസം കൂടുതലും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 4 ദിവസമായിരുന്നു. ഇത്തവണ പ്രീ പ്രൈമറി കലോത്സവം കൂടി വന്നതോടുകൂടിയിട്ട് 5 ദിവസമായിട്ടുണ്ട്. അപ്പോൾ താരതമ്യേന നമ്മളോട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു 10% മാത്രമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം യാതൊരുവിധ ശബ്ദത്തിനും വെളിച്ചത്തിനും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ആ പൂർണ്ണമായ തോതിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റിക്കാർ പറയുന്നത് നിങ്ങളൊന്ന് സൗണ്ട് കുറച്ച് തരുമോ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആവശ്യപ്പെട്ട വേദികളിലേക്കാൾ കൂടുതൽ സൗണ്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ തിരൂർ സബ് ജില്ലയിൽ അവരിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. തിരൂർ സബ് ജില്ലയിലും ഇവർ തന്നെയാണ് നടത്തിയിരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഞാൻ ഈ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഇവരുടെ സഹകാരം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ട വെള്ളത്തിൻ്റെ ഒരു വിഷയം ധാരാളം ഉണ്ടായിരുന്നു. ദിവസേന വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം കിണറ്റിലെ വെള്ളം കഴിഞ്ഞു. നമ്മളോട് അവർ ആവശ്യപ്പെട്ട 1.5 HP മോട്ടറും ഒരു 3 റോൾ പൈപ്പ് മാത്രമായിരുന്നു. പക്ഷേ അതൊന്നും ഇവർ കൊട്ടേഷൻ വ്യവസ്ഥകളൊന്നും നോക്കാതെ തന്നെ ഒരു 2 തരം മോട്ടർ 2.5 HP മോട്ടറിൻ്റെയും 1.5 HP മോട്ടറിൻ്റെയും അതുകൂടാതെ തന്നെ 8 റോൾ പൈപ്പും ഒക്കെ ആയിട്ട് വെള്ളത്തിനൊന്നും യാതൊരു തടസ്സവുമില്ലാതെ എല്ലാ കമ്മിറ്റികൾക്കും, അതിപ്പോൾ ട്രോഫി കമ്മിറ്റി ആയിക്കോട്ടെ, റിസപ്ഷൻ കമ്മിറ്റി ആയിക്കോട്ടെ, ഇവിടെ നടക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി ആയിക്കോട്ടെ, ഫുഡ് കമ്മിറ്റി ആയിക്കോട്ടെ, വിവിധ കമ്മിറ്റികൾക്ക് എന്താവശ്യപ്പെട്ടാലും ലൈറ്റിൻ്റെ കാര്യത്തിലായാലും സൗണ്ടിൻ്റെ കാര്യത്തിലായാലും കൂളറിൻ്റെ കാര്യത്തിലായാലും ഫാനിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും വളരെ സന്തോഷത്തോടെ അവർ ഇവിടെ ഒരു പണത്തിന് മോഹിക്കാതെ സേവനം, കുട്ടികളുടെ പരിപാടിയല്ലേ, അപ്പോൾ സേവനത്തിന് വേണ്ടി ആണ് എനിക്ക് തോന്നിപ്പോകുന്നു. അത്തരത്തിൽ അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരം കുട്ടികളുടെ പരിപാടിയൊക്കെ ഭാവിയിലും ഏറ്റെടുക്കേണ്ടത്. അല്ലാണ്ട് സാമ്പത്തിക ലാഭം മാത്രം നോക്കിക്കൊണ്ടുള്ള അത്തരക്കാരല്ല വരേണ്ടത്. അതിന് ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ ഈ പട്ടാമ്പി സബ് ജില്ലയിലെ QIPയുടെ അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയും എൻ്റെ കമ്മിറ്റിയുടെ പേരിലും ഈ സ്നോ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ സംഘാടകർക്ക്, അവരുടെ ആളുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ ഒപ്പം വേദിയിൽ പിന്നിൽ കാണുന്നത് മഞ്ജുഷ ടീച്ചറാണ്. അവരൊക്കെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ദിലീപ് മാസ്റ്റർ, അങ്ങനെ 20ഓളം. ദിലീപ് മാസ്റ്റർ പെരുമടിയൂർ സ്കൂൾ അധ്യാപകനാണ്. ടീച്ചർ മുതുതല സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ അടുത്ത് കാണുന്ന ഇക്ബാൽ ഇതിൻ്റെ സൗണ്ട് ഓപ്പറേറ്ററാണ്. ഇദ്ദേഹം ഇതിൻ്റെ ഓണറാണ്. പിന്നെ സലാംക സ്നോ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഓണറാണ്. ഇത് ബാക്കിൽ കാണുന്ന ഒക്കെ പ്രവർത്തകരാണ്. ഏത് സമയത്തും രാത്രിയിലും പകലും എന്നില്ലാതെ എപ്പോഴാണോ വേദിയിൽ പരിപാടി കഴിയുന്നത് അതുവരെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ലൊരു അഭിപ്രായമാണ്. എൻ്റെ കമ്മിറ്റിക്ക് മാത്രമല്ല, പ്രോഗ്രാം കമ്മിറ്റിക്കാർ നമ്മളോട് പറയാറുണ്ട്, ബാക്കി ഫുഡ് കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ അപാകതയും ഉണ്ടായിട്ടില്ല. അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ സന്തോഷം നൽകുന്നതാണ്. സാർ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായും. കാരണം കേരളത്തിലെ ഒരു ദേശീയ ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സബ് ജില്ലാ മേളകൾ. എന്തായാലും ഇന്നത്തെ ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 ദിവസങ്ങളോളമായിട്ട് ഇവിടെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടിയിട്ട് തൊഴിൽ നൽകുന്ന നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തകർ, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് സംസ്ഥാന, ജില്ല, മറ്റ് സബ് ജില്ലകളിലൊക്കെ ഒട്ടേറെ പ്രവൃത്തി പരിചയമുള്ള സ്നോ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെട്ടിച്ചിറ അതിൻ്റെ ഉടമ സലാം സാറാണ് ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ മാനേജറായിട്ടുള്ള നൗഷാദ് വെട്ടിച്ചിറ, ഇവരുടെയൊക്കെ അഗൈവമായിട്ടുള്ള സഹായങ്ങൾ, അവരുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനറായിട്ടുള്ള ഗണേഷ് കുമാർ മാഷ് ഇപ്പോൾ നേരത്തെ മുൻപ് സംസാരിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മാറി വരുന്ന കേരള സംസ്ഥാനത്തിലെ പല സർക്കാരുകളും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ള പല ആളുകൾക്കും പല രീതിയിലുള്ള
പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെയൊക്കെ അതിൽ ആദ്യത്തെ ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമിനും നടക്കുമ്പോൾ മൈക്ക് പെർമിഷൻ എടുക്കുമ്പോൾ ആ പെർമിഷനിൽ എല്ലാ പരിപാടിയുടെ പെർമിഷനും അവിടെ പ്രോഗ്രാം നടത്തുന്ന കമ്മിറ്റി ആയിരിക്കണം അതിൻ്റെ ആദ്യത്തെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ കണ്ടുവരുന്ന രാത്രി 10 മണിക്ക് ശേഷമുള്ള പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ ആ 10 മണിക്ക് ശേഷം നടക്കുന്ന പരിപാടിയിൽ ആദ്യം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഓപ്പറേറ്റർമാരാണ് അത് അവരുടെ ഒന്നാം പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സർക്കാരുകളൊക്കെ ഇതിലൊരു മാറ്റങ്ങൾ വരുത്തണം. കാരണം ഏതൊരു പ്രോഗ്രാം ഏറ്റെടുക്കുന്നതും അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ആയിരിക്കണം, അവരായിരിക്കണം അതിൻ്റെ ഒന്നാം പ്രതി സ്ഥാനത്തേക്ക് വരേണ്ട ആളുകൾ. അത് മാറി ഞങ്ങളുടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന എഞ്ചിനീയേഴ്സിനെയാണ് ഒന്നാം പ്രതിയാക്കി മാറ്റുന്നത്. ആ പ്രവണതകളൊക്കെ മാറ്റാൻ ഈ സംസ്ഥാന യുവജനോത്സവങ്ങൾ അതേപോലത്തെ സബ് ജില്ലാ കലോത്സവങ്ങൾ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതേപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ അത് വാഹനങ്ങളിൽ ഘടിപ്പിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പേരിലുള്ള ഒരുപാട് ടാക്സുകൾ കാര്യങ്ങളൊക്കെ സർക്കാരുകൾ ചുമത്തുന്നുണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് മാറ്റിത്തരിക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഇവിടെ നടക്കുന്ന 15 വേദികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിദഗ്ധരായ ടെക്നീഷ്യന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ 5 ദിവസങ്ങളിലായിട്ട് പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.